ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡിറേക്ക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കളക്ഷൻസിന്റെ ഫിഫ്ത്ത് പാർട്ടാണ്. അതായത് ലിസ്റ്റും സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ കളക്ഷൻ ഫ്രെയിംവർക്കിന്റെ ഇൻട്രോഡക്ടറി വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കളക്ഷനും അറേയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ കളക്ഷൻ ആൻഡ് മാപ്പ്, കളക്ഷൻ ഹൈറാർക്കി ആൻഡ് മാപ്പ് ഹൈറാർക്കി എന്താണ്, കളക്ഷൻ ഇന്റർഫേസിലെ ഡിഫറെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ ലിങ്ക് ഐ ബട്ടണിലുണ്ട്. ഓക്കെ, അപ്പോൾ ലിസ്റ്റും സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അപ്പൊ മിക്ക ഇന്റർവ്യൂസിനും മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റും സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഓൾറോ ഇതിന് പല സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും ഇതിന്റെ ഡിഫറൻസസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലിസ്റ്റ് അലോ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. സെറ്റിനകത്ത് സെറ്റ് കാൺട്ട് ഹാവ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. അതായത് ലിസ്റ്റിനകത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് ആണ്, സെറ്റിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഇതാ ഇവിടെ ലിസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എന്റെ ലിസ്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഒരു ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യാണ്. ലിസ്റ്റ് എൽ ഈക്വൽ ടു ന്യൂ അറേ ലിസ്റ്റ്. ഓക്കെ, കൊടുത്തു. പേപ്പർ കാണിക്കുന്നത് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ ഇത് വേണ്ട പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യുക. ഇനി ഇതിനകത്ത് ഞാൻ എലമെന്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ എൽ ഡോട്ട് ആഡ് ഓഫ്, ഞാനൊരു 2-3 എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാണ്. 10 എൽ ഡോട്ട് ആഡ് ഓഫ് 20 എൽ ഡോട്ട് ആഡ് ഓഫ് 30. ഓക്കെ, 3 എലമെന്റ് ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഇനി വീണ്ടും എനിക്ക് 20 ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ കൊടുക്കുകയാണ് എൽ ഡോട്ട് ആഡ് ഓഫ് 20 കൊടുത്തു. അപ്പൊ ഇതിനകത്ത് ഇന്റിജേഴ്സ് മാത്രമല്ല, നമുക്ക് സ്ട്രിങ് വേണമെങ്കിൽ സ്ട്രിങ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ കൊടുത്തു കോഡിറേക്ക. ഓക്കെ, കൊടുത്തു. കോഡിറേക്ക എനിക്ക് ഒന്നുകൂടി ആഡ് ചെയ്യണം. ആഡോ കോഡിറേക്ക കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഈ ലിസ്റ്റ് പ്രിന്റ് ചെയ്യുമ്പോ സിസ് ഔട്ട് എൽ. ഓക്കെ, ഇത് ഞാൻ പ്രിന്റ് ചെയ്യാണ്. ഇത് റൺ ചെയ്യുമ്പോ ഇൻസേർട്ട് ചെയ്ത ഓർഡറിൽ എലമെന്റ്സ് എല്ലാം വരും. 10 20 30 വീണ്ടും 20. 2 വട്ടം ഞാൻ കോഡിറേക്ക ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 20 ഉണ്ട്, കോഡിറേക്ക ഉണ്ട് അല്ലെ. അപ്പോൾ ലിസ്റ്റിനകത്ത് നമുക്കിപ്പോ എന്തും ആയിക്കോട്ടെ, ടൈപ്പ് ചെയ്തും ആയിക്കോട്ടെ, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് അലൗഡ് ആണ്. നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ഒരേ എലമെന്റ് തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡ്യൂപ്ലിക്കേറ്റ്സ് അലൗഡ് ആണ്. പക്ഷെ സെറ്റിന്റെ കേസ് വരുമ്പോൾ, അപ്പൊ ഞാൻ സെറ്റിന് വേറൊരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റിന്റെ ഒരു റെഫറൻസ് ഞാൻ കൊടുക്കുകയാണ്. സെറ്റ് എസ് ഈക്വൽ ടു ഹാഷ് സെറ്റ് കൊടുത്തു. ഓക്കെ, ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിന്റെ പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യണം. ഹാഷ് സെറ്റ്, അതുപോലെ സെറ്റ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ എലമെന്റ് ഇൻസേർട്ട് ചെയ്യാണ്. എസ് ഡോട്ട് ആഡ് ഓഫ് കൊടുത്തു, കോഡിറേക്ക കൊടുത്തു. ഇനി എസ് ഡോട്ട് എ അല്ല, എസ് ഡോട്ട് ആഡ് ഓഫ് 10 കൊടുത്തു. ഇനി വീണ്ടും ഞാൻ എസ് ഡോട്ട് ആഡ് ഓഫ് കോഡിറേക്ക കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഇത് വേറൊന്നും കാണിക്കില്ല. നമ്മളിപ്പോ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്താണ്? കോഡിറേക്ക 10 കോഡിറേക്ക അല്ലെ. 2 കോഡിറേക്കയും ഇവിടെ ഒരു എക്സ്ട്രാ ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എറർ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പക്ഷെ ഔട്ട്പുട്ട് 10 കോഡിറേക്ക. നമ്മൾ ശരിക്കും 2 കോഡിറേക്ക 10 ആണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ നമുക്ക് കിട്ടിയത് 1 കോഡിറേക്ക 1 10. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് അലൗഡ് ആണ്. നമ്മൾ എത്ര തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കിയാലും അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് ക്യാൻ ബി ഇൻഡെക്സ്ഡ് ആൻഡ് പൊസിഷണലി ആക്സസ്ഡ്. സെറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ്സ് കനോട്ട് ബി ഇൻഡെക്സ്ഡ് ആൻഡ് കനോട്ട് ബി ആക്സസ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ്ഡ് ആണ്, നമുക്ക് പൊസിഷൻ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് ബേസ്ഡ് ഡേറ്റ സ്ട്രക്ചർ ആണ്. നമ്മൾ ലിസ്റ്റിനകത്തോട്ട് എലമെന്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് എലമെന്റ് 0th ഇൻഡെക്സിൽ പോകും, സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് ഇൻഡെക്സിൽ പോകും, അടുത്ത എലമെന്റ് സെക്കൻഡ് ഇൻഡെക്സിൽ പോകും. 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഓർഡറിൽ 0th ഇൻഡെക്സ് തൊട്ട് ഇൻസേർട്ട് ചെയ്ത് പോവാണ്. സെറ്റിനകത്ത് അങ്ങനല്ല, അത് ഡേറ്റ ഹാഷ് കോഡ് വാല്യൂസിന് അക്കോർഡിംഗ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ലിസ്റ്റ് ക്ലാസ്സിൽ ചെന്നിട്ട് ഇവിടെ എൽ ഡോട്ട് നമ്മളിവിടെ ആഡ് വിളിച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം
ആഡിന് രണ്ട് ടൈപ്പ് പാരാമീറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യും. അതായത് നമുക്ക് ആഡ് മെത്തേഡ് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന് നമ്മളിപ്പോൾ ആദ്യം കാണുന്ന ഈ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തത്. അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ ഇൻഡെക്സിലോട്ട് ആഡ് ആയിക്കോളും. ഇനി നമ്മൾ ഇൻഡെക്സ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഇവിടെ ആഡ് വിളിക്കുമ്പോൾ ഒരെണ്ണം കൂടി ഉണ്ട്, ഇൻഡ് ഇൻഡെക്സ് കോമ ഒബ്ജക്റ്റ് എലമെന്റ്. അതായത് ഏത് ഇൻഡെക്സിലേക്ക് എലമെന്റ് ആഡ് ചെയ്ത് കൊടുക്കണം, നമുക്ക് ആ ഇൻഡെക്സ് പറഞ്ഞ് എലമെന്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ സെക്കൻഡ് ഇതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് ഫുള്ള് കളയാണ്. ഓക്കെ, ഇപ്പോൾ 0th ഇൻഡെക്സിൽ ഞാൻ 100 ആക്കി ഇൻസേർട്ട് ചെയ്യും. മനസ്സിലായല്ലോ, ഇവിടെ L എന്നാണ് വന്നത് 100. ഓക്കെ, വീണ്ടും ഞാൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ L ഡോട്ട് ആഡ് ഓഫ്, ഇനി നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഡെക്സിലായിരിക്കും. ഫസ്റ്റ് ഇൻഡെക്സിൽ ഞാൻ 200 ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഇനി അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് L ഡോട്ട് ആഡ് ഓഫ്, തേർഡ് ഇൻഡെക്സിൽ ഞാനൊരു 500 ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ പ്രിന്റ് ചെയ്യാണ്. ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സെപ്ഷൻ വന്നു, ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ. എന്താണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലൈനിലാണ് എക്സെപ്ഷൻ വന്നത്? ലൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്, ലിസ്റ്റ് ക്ലാസ് ഡോട്ട് ജാവ ലൈൻ നമ്പർ 30. ഈ ലാസ്റ്റ് കാണിക്കുന്നത് ഏത് ലൈനിൽ നിന്നാണ് എക്സെപ്ഷൻ ത്രോ ചെയ്തതെന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലൈനാണ് എക്സെപ്ഷൻ ഉണ്ടാക്കിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിനകത്ത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് ഓരോ ഇൻഡെക്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യുള്ളൂ. അപ്പൊ 0th ഇൻഡെക്സ് തൊട്ട് ഇത് എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് വരികയായിരുന്നു. അപ്പൊ 0th ഇൻഡെക്സിൽ 100 ആഡ് ചെയ്തു, ഫസ്റ്റ് ഇൻഡെക്സിൽ 200 ആഡ് ചെയ്തു, സെക്കൻഡ് ഇൻഡെക്സിലാണ് ഇനി എലമെന്റ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ സെക്കൻഡ് കൊടുക്കാതെ ഇവിടെ തേർഡ് ഇൻഡെക്സിലേക്ക് 500 കൊടുക്കാൻ നോക്കി, അതുകൊണ്ടാണ് ഇവിടെ എറർ വന്നത്. ഓക്കെ, ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സെക്കൻഡ് ഇൻഡെക്സ് ഇതാക്കി കൊടുത്താൽ മതി, ഈ എറർ പൊക്കോളും. മനസ്സിലായല്ലോ, ഇത് വന്നത് കണ്ടോ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻഡെക്സിങ് വെച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കാരണം ഇൻഡെക്സിങ് തെറ്റി പോകാറുണ്ട്, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് എലമെന്റ് കൊടുത്താൽ മതി, ഇനി ഇൻഡെക്സ് കൊടുക്കേണ്ട. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഇൻഡെക്സിലോട്ട് ഈ 600 ആഡ് ആയിക്കോളും. ഓക്കെ, ഇനി അടുത്ത എലമെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ ആഡോ 700 കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ഇൻഡെക്സ് അതായത് 4th ഇൻഡെക്സിലേക്ക് 700 ആഡ് ആയിക്കോളും. അപ്പൊ നമ്മളിത് റൺ ചെയ്യുമ്പോൾ 100, 200, 500, 600, 700. മനസ്സിലായല്ലോ. അപ്പൊ ലിസ്റ്റിന്റെ അകത്ത് ഓരോ ഇൻഡെക്സ് 0th തുടങ്ങി ഓരോ ഇൻഡെക്സിലേക്കാണ് എലമെന്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഡെക്സ് ബേസ്ഡ് ഡേറ്റ സ്ട്രക്ചർ ആണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇൻഡെക്സ് പാസ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അത് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ നെക്സ്റ്റ് ഇൻഡെക്സ് ഏതാണോ അവിടേക്കായിരിക്കും ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ സെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെറ്റ് ഡിക്ലെയർ ചെയ്തല്ലോ, ഇങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ എസ് ഡോട്ട് ആഡ് വിളിക്കുമ്പോൾ ആകെ ഒരു ടൈപ്പേ പറ്റും, നമുക്ക് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് എലമെന്റ് ഇൻസേർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ലെ. ഇൻഡെക്സ് നമുക്ക് പാസ് ചെയ്ത് സെറ്റിൽ പറ്റില്ല. ഇവിടെ നമ്മൾ ആഡ് കൊടുക്കുമ്പോൾ തന്നെ അതായത് കണ്ടോ, ഒരു പാരാമീറ്റർ ആണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത്, അതൊരു ഒബ്ജക്റ്റ് ആണ്. നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ സെറ്റിനകത്ത് നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു ഇൻഡെക്സ് ബേസ്ഡ് ഡേറ്റ സ്ട്രക്ചർ അല്ല. മനസ്സിലായല്ലോ. അപ്പോൾ സെക്കൻഡ് ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ നൾ എലമെന്റ്സ് ക്യാൻ ബി സ്റ്റോർഡ്. അതായത് നമുക്ക് ലിസ്റ്റിന്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ നൾ എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും, പക്ഷെ സെറ്റിനകത്ത് നൾ എലമെന്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഒരു നൾ എലമെന്റ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ ലിസ്റ്റിൽ വന്നിട്ട് ഇവിടെ വീണ്ടും എൽ ഡോട്ട് ആഡ് ഓഫ് നള്ളെന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഒരു നൾ വാല്യൂ ആഡ് ചെയ്തു, വീണ്ടും ഞാൻ ആഡ് ചെയ്യാണ് എൽ ഡോട്ട് ആഡ് ഓഫ് നള്ള് കൊടുത്തു. ഓക്കെ, കൊടുത്തു. ഇനിയിപ്പോ നമ്മൾ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ രണ്ട് നൾ വാല്യൂസ് വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇനി ഞാനൊരു നൾ വാല്യൂ ആഡ് ചെയ്ത് കൊടുത്താലും അത് വീണ്ടും വരും. പക്ഷെ നമ്മൾ ഈ സെറ്റിന് പോയിട്ട് നമ്മൾ എസ് ഡോട്ട് ആഡ് ഓഫ് നള്ളെന്ന് കൊടുത്തു. ഓക്കെ, വീണ്ടും എസ് ഡോട്ട് ആഡ് ഓഫ് നള്ള് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ എസ് പ്രിന്റ് ചെയ്യുമ്പോൾ എസ് പ്രിന്റ് ചെയ്യാണ്. അപ്പൊ എന്ത് പറ്റും വെച്ച് കഴിഞ്ഞാല് നള്ള് 20, 10. കാരണം എന്താണ്, സെറ്റിൽ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് അലൗഡ് അല്ല. അത് നള്ളിന്റെ കേസ് ആയാൽ പോലും നമ്മളിപ്പോ മൾട്ടിപ്പിൾ നൾ ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കി കഴിഞ്ഞാലും അത് ഒരു നള്ളെ എടുക്കത്തുള്ളൂ. അപ്പോൾ
സെറ്റിന്റെ അകത്ത് എപ്പോഴും എലമെന്റ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അത് നള്ളായാൽ പോലും ഒന്നേ എടുക്കത്തില്ല. മനസ്സിലായല്ലോ? അത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ആണ് അറേ ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ്, വെക്ടർ, സ്റ്റാക്ക്. ഓക്കെ, അതുപോലെ തന്നെ സെറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഹാഷ് സെറ്റ്, ലിങ്ക്ഡ് ഹാഷ് സെറ്റ്. അതായത് ഇത് ഞാൻ എന്റെ മുമ്പത്തെ കളക്ഷൻ ഹൈറാർക്കി ആൻഡ് മാപ്പ് ഹൈറാർക്കി എന്ന് പറഞ്ഞ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കളക്ഷൻ ഹൈറാർക്കിക്കകത്ത് വരുന്ന എന്തൊക്കെയാണ്, മാപ്പ് ഹൈറാർക്കിക്കകത്ത് വരുന്ന എന്തൊക്കെയാണ്. ഈ കളക്ഷൻ ഹൈറാർക്കിക്കകത്ത് ഒരുപാട് ഇന്റർഫേസ് വരുന്നുണ്ട്, അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അങ്ങനെ അപ്പൊ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു യൂസർ ഡിഫൈൻഡ് ക്ലാസ് ഉണ്ട്, പ്രീ ഡിഫൈൻഡ് ക്ലാസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത സെറ്റ് ക്ലാസ്, ലിസ്റ്റ് ക്ലാസ് ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്, യൂസർ ഡിഫൈൻഡ് ക്ലാസ് ആണ്. അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്, എന്നിട്ട് അതിനകത്ത് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ജാവയിൽ പ്രീ ഡിഫൈൻഡ് ക്ലാസ് ഉണ്ട്, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് അറേ ലിസ്റ്റ് ക്ലാസ്, ലിങ്ക്ഡ് ലിസ്റ്റ് ക്ലാസ് എന്നൊക്കെ. അത് ഓൾറെഡി ജാവയിൽ കമ്പൈലറിൽ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറെ വേരിയബിൾസും മെത്തേഡ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ആ മെത്തേഡിനകത്ത് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ മെത്തേഡ് എന്താണ് ചെയ്യേണ്ടതെന്ന്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഹാഷ് സെറ്റിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഹാഷ് സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലാസ് എന്നല്ല കൊടുത്തിരിക്കുന്നത്, ഇതൊരു ഇൻബിൽഡ് ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്. ഇത് ഏതിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, സെറ്റിനെ. അപ്പോൾ നമ്മളൊരു ഇന്റർഫേസിനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക, ഇംപ്ലിമെന്റ് കീവേഡ് അല്ലെ. അപ്പൊ ഞാൻ എന്താ ഇപ്പൊ സെറ്റ് എടുത്തു, സെറ്റ് എന്തിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, ഹാഷ് സെറ്റ് എടുത്തു, ഹാഷ് സെറ്റ് എന്തിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, സെറ്റിനെ. ഇനി സെറ്റ് എന്തിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, കളക്ഷൻ. അതുപോലെ തന്നെ അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോ അറേ ലിസ്റ്റ് ഇല്ലേ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അറേ ലിസ്റ്റ് എന്ന് പറയുന്നതും ഇതൊരു ഇൻബിൽഡ് ക്ലാസ് ആണ്. അത് എന്തിനാണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്, ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് എന്തിനാണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്, കളക്ഷൻ ഇന്റർഫേസ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ആഡിൽ നമ്മൾ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഇത് ആഡ് എന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ ഓൾറെഡി ഈ ക്ലാസ്സിൽ ഡിഫൈൻഡ് ആണ്. നമ്മളിപ്പോ ജസ്റ്റ് ആഡ് വിളിച്ചിട്ട് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. എലമെന്റ് കൊടുക്കുമ്പോൾ അത് ആഡ് ആകണം എന്നുള്ളത് ഈ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് കൺട്രോൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് ഇങ്ങോട്ടല്ലേ പോയത്. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ വായിച്ചാൽ കാണാം, adds the specific element to this set if it is not already present. അതായത് സെറ്റ് എപ്പോഴും ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അത് നോക്കും നമ്മൾ ആഡ് ചെയ്യുന്ന എലമെന്റ് അതിനകത്ത് ഉണ്ടോ ഇല്ലേന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ എലമെന്റ് ആ സെറ്റിലേക്ക് ആഡ് ചെയ്യും. അതാണ് ഈ ആഡ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അത് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അപ്പൊ നമുക്കത് ഡയറക്ട്ലി ജസ്റ്റ് ആഡ് മെത്തേഡിനെ വിളിച്ച് എലമെന്റ് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ സെറ്റിലേക്ക് ആഡ് ആയിക്കോളും. മനസ്സിലായല്ലോ? ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ കളക്ഷൻ ആൻഡ് മാപ്പ് ഹൈറാർക്കിയിൽ. അത് കാണാത്തവർ അത് കണ്ടാൽ മതി, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ലിസ്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് അറേ ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ്, വെക്ടർ, സ്റ്റാക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ലിസ്റ്റിന്റെ അകത്ത് വരുന്നതാണ് അറേ ലിസ്റ്റ്, വെക്ടർ, ലിങ്ക്ഡ് ലിസ്റ്റ് ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ സെറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഹാഷ് സെറ്റ്, ലിങ്ക്ഡ് ഹാഷ് സെറ്റ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാം സെറ്റിനകത്ത് വരുന്നതാണ് ഹാഷ് സെറ്റ്, ലിങ്ക്ഡ് ഹാഷ് സെറ്റ്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ? ഇനി ലിസ്റ്റിന്റെ അകത്ത് ഇൻസെർഷൻ ഓർഡർ ഇസ് മെയിൻറ്റെയിൻ ബൈ ദ ലിസ്റ്റ്. പക്ഷെ സെറ്റിന്റെ അകത്ത് ഇറ്റ് ഡസൻ മെയിൻറ്റെയിൻ ദ ഇൻസെർഷൻ ഓർഡർ ഓഫ് ദ എലമെന്റ്. അതായത് ലിസ്റ്റിന്റെ അകത്ത് നമ്മൾ ഏത് ഓർഡറിലാണോ ഇൻസേർട്ട് ചെയ്തത് നമുക്ക് ആ ഓർഡറിൽ തന്നെ അത് ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യും. സെറ്റിനകത്ത് നമ്മൾ ഏത് ഓർഡറിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ എന്താ ഈ ലിസ്റ്റിന്റെ അകത്ത് ഇങ്ങനെ എലമെന്റ് ആഡ് ചെയ്ത് കൊടുത്തു അല്ലെ. ആദ്യം 100 കൊടുത്തു, ഇൻസേർട്ട് ചെയ്തു, പിന്നെ 200, പിന്നെ 500, പിന്നെ 600, 700, 2 അപ്പൊ ഞാനിത് പ്രിന്റ് ചെയ്യുമ്പോൾ ഏത് ഓർഡറിലാണോ ഞാൻ ഇൻസേർട്ട് ചെയ്തത് ആ ഓർഡറിൽ തന്നെ നമുക്ക് ആ എലമെന്റ് കാണാൻ പറ്റും. കാരണം എന്താണ്, അത് ആ ഇൻസേർഷൻ ഓർഡർ പ്രിസർവ് ചെയ്യുന്നത്. പക്ഷെ സെറ്റിന്റെ അകത്ത് ഞാൻ എന്താ ഇപ്പോ എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഞാൻ ഒരു എലമെന്റ് കൂടെ കൊടുക്കുകയാണ്, ഷാഡോ 100 കൊടുത്തു. അപ്പൊ നമ്മൾ ഈ ഇൻസേർട്ട് ചെയ്ത ഓർഡറിൽ തന്നെ ആയിരിക്കില്ല ഇത് വരുന്നത്. ഇത് റൺ ചെയ്ത് നോക്കുമ്പോൾ നള്ള ആദ്യം വന്നു, പിന്നെ 20 വന്നു, പിന്നെ 100 വന്നു, പിന്നെ 10. ഓക്കെ, അതായത് ഇൻസേർഷൻ ഓർഡർ, ഇൻസേർട്ട് ചെയ്ത ഓർഡർ ഇത് മെയിൻറ്റെയിൻ ചെയ്യില്ല. അത് ഡിസ്റ്റൻസ് സെറ്റ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. മനസ്സിലായല്ലോ? ഇനി ലിസ്റ്റ് ഈസ് ഓഫൺ യൂസ്ഡ് വെൻ വി നീഡ് ടു ഫ്രീക്വന്റ്ലി ആക്സസ് ദ എലമെന്റ് യൂസിങ് ദർ ഇൻഡിസസ്. അതായത് നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് എലമെന്റിനെ ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യേണ്ട ഒരു കേസ് വരുമ്പോൾ മാത്രം നമ്മൾ ലിസ്റ്റ് യൂസ് ചെയ്താൽ മതി. സെറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ വി നീഡ് ടു സ്റ്റോർ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് യൂസ് ചെയ്യുക. ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത എലമെന്റ് ആണെങ്കിൽ ലിസ്റ്റ്. നമുക്കപ്പോൾ
ഫ്രീക്വന്റ് ആയിട്ടുള്ള എലമെന്റുകൾ ആക്സസ് ചെയ്യണം, അത് ഇൻഡെക്സ് ബേസിംഗ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യണം, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ്സ് അലൗഡ് ആണ്, അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ലിസ്റ്റ് യൂസ് ചെയ്യാം. സെറ്റിനകത്ത് ഡിസ്റ്റിങ്ക്ട് എലമെന്റ് സ്റ്റോർ ചെയ്യേണ്ട കേസിൽ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ കുറെ ആളുകളുടെ ഫോൺ നമ്പർ നമുക്ക് ആഡ് ചെയ്യണം ഒരു ലിസ്റ്റിൽ, ഒരു കളക്ഷനകത്തോട്ട്. അപ്പൊ നമുക്ക് ലിസ്റ്റ് യൂസ് ചെയ്യണോ സെറ്റ് യൂസ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ്. കാരണം എന്താണ്, ഫോൺ നമ്പർ യൂണീക്ക് ആണ്. അതുപോലെ ഇമെയിൽ ഐ ഡി സ്റ്റോർ ചെയ്യണം, അങ്ങനെയുള്ളപ്പോൾ ഇമെയിൽ ഐ ഡി യൂണീക്ക് ആണ്, സെറ്റ് യൂസ് ചെയ്യാം. അല്ല ലോഗിൻ ഐ ഡി സ്റ്റോർ ചെയ്യണം. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ യുണീക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യേണ്ട കേസിലൊക്കെ നമുക്ക് സെറ്റ് യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ. ഇനി ലാസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ദ ലിസ്റ്റ് ഐട്രേറ്റർ ഈസ് യൂസ്ഡ് ടു ഐട്രേറ്റ് ദ ലിസ്റ്റ് എലമെന്റ്. ലിസ്റ്റ് എലമെന്റിനെ നമുക്ക് ഐട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയുണ്ട്. ഒന്ന് നമുക്ക് ഐട്രേറ്ററും യൂസ് ചെയ്യാം, ലിസ്റ്റ് ഐട്രേറ്ററും യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഐട്രേറ്റർ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഐട്രേറ്ററും നമുക്ക് പറ്റും, ലിസ്റ്റ് ഐട്രേറ്ററും പറ്റും. സെറ്റിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് എലമെന്റ്സിനെ ഐട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐട്രേറ്റർ മെത്തേഡ് മാത്രമേ പറ്റത്തുള്ളൂ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഐട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐട്രേറ്ററിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ഐറ്ററേറ്റർ IT കൊടുത്തു ഈക്വൽ ടു നമ്മുടെ ഇതിന്റെ പേരെന്താണ്, ഒബ്ജക്റ്റിന്റെ പേരെന്താണ്, എസ് എന്നല്ലേ ലിസ്റ്റിന്റെ പേര്. സോറി ഞാനിത് സെറ്റ് എലമെന്റിനകത്താണ് ആഡ് ചെയ്തത്. ആദ്യം ലിസ്റ്റിന്റെ കാണിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഐട്രേറ്റർ കൊടുക്കുന്നത്, ഐട്രേറ്ററിന്റെ ഒബ്ജക്റ്റ് ഈക്വൽ ടു എൽ അല്ലേ അറേ ലിസ്റ്റിന്റെ ഇത്, ഡോട്ട് ഐട്രേറ്റർ കൊടുക്കാം. ഓക്കെ, ഈ ഐട്രേറ്ററിനകത്ത് ഈ ഐട്രേറ്റർ ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് എറർ വരുന്നത്. ഇതിന്റെ അകത്ത് രണ്ട് മെത്തേഡ് ഉണ്ട്. അതായത് അതിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റും ഉണ്ട്, ഹാസ് നെക്സ്റ്റും ഉണ്ട്. ഇത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. അതായത് ഹാസ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും, ഇതൊരു ബൂളിയൻ വാല്യൂ ആണ്. അതായത് ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിന് ഇനിയും എലമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ട്രൂ റിട്ടേൺ ചെയ്യും. ഇനി എലമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഫോൾസ് റിട്ടേൺ ചെയ്യും. അതായത് ഇത് ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെക്ക് ചെയ്യും നെക്സ്റ്റ് എലമെന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എലമെന്റ് ഏതാണോ അത് റിട്ടേൺ ചെയ്യും. ഇതിന്റെ വ്യത്യാസം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ആ ഇറ്ററേഷനിലുള്ള നെക്സ്റ്റ് എലമെന്റ് റിട്ടേൺ ചെയ്യും. ഹാസ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യും നെക്സ്റ്റ് എലമെന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഉണ്ടെങ്കിൽ ട്രൂ, ഇല്ലെങ്കിൽ ഫോൾസ്. മനസ്സിലായല്ലോ. ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ ഇത് എങ്ങനെയാണ് ഐട്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാസ് നെക്സ്റ്റ് നമുക്കൊരു വൈൽ ലൂപ്പിനകത്ത് കൊടുക്കാം. വൈൽ IT ഡോട്ട് ഹാസ് നെക്സ്റ്റ്, അതായത് ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് നെക്സ്റ്റ് എലമെന്റ് ഉണ്ടോ ഇല്ലേന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ നെക്സ്റ്റ് എലമെന്റ് എടുത്താൽ മതിയല്ലോ. അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ആ എലമെന്റ് പ്രിന്റ് ചെയ്യാം അല്ലെ. അപ്പോ സിസ് ഔട്ടിന്റെ അകത്ത് IT ഡോട്ട് നെക്സ്റ്റ്. ഓക്കെ, അതായത് ഹാസ് നെക്സ്റ്റും നെക്സ്റ്റും ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാസ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐട്രേഷനിലെ നെക്സ്റ്റ് എലമെന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഈ കണ്ടീഷനകത്ത് കയറും, എന്നിട്ട് ആ നെക്സ്റ്റ് എലമെന്റ് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ ഓരോ എലമെന്റ് ബൈ എലമെന്റ് ആയിട്ട് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ലിസ്റ്റ് പ്രിന്റ് ചെയ്യുന്നതും ഐട്രേറ്റർ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നിച്ച് ഈ അതിന്റെ ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ ഇത് ഹോൾ ആയിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ്, ശരിയല്ലേ. പക്ഷെ ഇത് ഓരോ ഐട്രേഷനിലും ഈ ലിസ്റ്റിന്റെ അകത്ത് ഓരോ തവണയും ഐട്രേറ്റ് ചെയ്തിട്ട് ഓരോ എലമെന്റ് ബൈ എലമെന്റ് ആയിട്ട് എടുക്കുന്നു. ആസ് എ ഹോൾ അല്ല, ഓരോ എലമെന്റ് ബൈ എലമെന്റ് ആയിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഐട്രേറ്റർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ജസ്റ്റ് വെറുതെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എലമെന്റ് കിട്ടും. അതപ്പോ നമുക്ക് ഒറ്റയടിക്കായിരിക്കും കിട്ടുന്നത്. നമുക്ക് എലമെന്റ് ബൈ എലമെന്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഐട്രേറ്റർ യൂസ് ചെയ്യണം. അതായത് അത് ഐട്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഐട്രേറ്റർ പോലെ ലിസ്റ്റ് ഐട്രേറ്ററും യൂസ് ചെയ്യാം എലമെന്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെറ്റിന്റെ അകത്ത് പക്ഷെ നമുക്ക് ഐട്രേറ്റർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലിസ്റ്റ് ഐട്രേറ്റർ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഓക്കെ, ഇതും അതുപോലെ തന്നെ ഐട്രേറ്റർ IT ഈക്വൽ ടു നമ്മുടെ കളക്ഷന്റെ ഒബ്ജക്റ്റിന്റെ പേരെന്താണ്, അല്ല അതിന്റെ ഒബ്ജക്ട് നെയിം എന്താണ്, എസ് ഡോട്ട് ഐട്രേറ്റർ കൊടുത്തു. ഓക്കെ, ഇതും സെയിം തന്നെ. അപ്പൊ നമ്മൾ ഈ ഐട്രേറ്റർ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഇതിന്റെ അകത്ത് എന്താണ്, ഹാസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട് അല്ലെ. അപ്പോ IT ഡോട്ട് ഹാസ് നെക്സ്റ്റ്, അതായത് നെക്സ്റ്റ് എലമെന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഉണ്ട് എന്നുണ്ടെങ്കിൽ
ആ നെക്സ്റ്റ് എലമെന്റ് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഐടി ഡോട്ട് നെക്സ്റ്റ്. ഓക്കെ, കൊടുത്തു. ഇത് നമുക്ക് റൺ ചെയ്യുമ്പോൾ നമുക്ക് എലമെന്റ് കിട്ടും. നള്ള് 20, 100, 10. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ആ ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് ആസ് എ ഹോൾ ആയിട്ടാണ് കിട്ടുന്നത്. ഐട്രേറ്റ് ചെയ്ത് ഓരോ എലമെന്റ് ബൈ എലമെന്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഐട്രേറ്റർ യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡിഫറൻസ്. ലിസ്റ്റും സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. ലിസ്റ്റിന്റെ അകത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് ആണ്, സെറ്റിന്റെ അകത്ത് അലൗഡ് അല്ല. അതുപോലെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് ബേസ്ഡ് ഡേറ്റ സ്ട്രക്ചർ ആണ്. അപ്പൊ നമുക്ക് പൊസിഷൻ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. സെറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് ബേസ്ഡ് ഡേറ്റ സ്ട്രക്ചർ അല്ല, അത് ഹാഷ് കോഡ് വാല്യൂസ് വെച്ചിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ ലിസ്റ്റിന്റെ അകത്ത് മൾട്ടിപ്പിൾ നൾ എലമെന്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. സെറ്റിന്റെ അകത്ത് നൾ ആണെങ്കിൽ പോലും ഒരു നള്ളെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ലിസ്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് അറേ ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ്, വെക്ടർ, ഇതൊക്കെ. സെറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഹാഷ് സെറ്റ്, ലിങ്ക്ഡ് ഹാഷ് സെറ്റ്, ഇതെല്ലാം. ഓക്കെ, പിന്നെ ലിസ്റ്റിന്റെ അകത്ത് ഇൻസർഷൻ ഓർഡർ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സെറ്റിന്റെ അകത്ത് അത് ഇൻസർഷൻ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ലിസ്റ്റിന്റെ നെക്സ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എലമെന്റ് ഫ്രീക്വന്റ് ആയിട്ട് വേണം, അത് ഇൻഡെക്സിങ് വെച്ചിട്ട് നമുക്ക് എലമെന്റ് ഫ്രീക്വന്റ് ആയിട്ട് വേണം. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ് സ്റ്റോർ ചെയ്യണം. അങ്ങനെയുള്ള കേസിൽ മാത്രമേ സെറ്റ് യൂസ് ചെയ്യാവുള്ളൂ. ഇനി ലിസ്റ്റും സെറ്റും നമുക്ക് എലമെന്റ് ഐട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് ഐട്രേറ്റർ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് എലമെന്റ്സ് ഐട്രേറ്റ് ചെയ്തെടുക്കാം. ലിസ്റ്റിന്റെ അകത്ത് നമുക്ക് ലിസ്റ്റ് ഐട്രേറ്ററും യൂസ് ചെയ്യാം, അതുപോലെ ജസ്റ്റ് സിമ്പിൾ ഐട്രേറ്റർ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഡിഫറൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക്സ്.